എന്താ അവളെ കുഞ്ഞിനെ കാണില്ല. വണ്ടി എടുക്കടാ. അവള് നിൽക്കണു. ആ നീ ഇവിടെ നിൽക്ക. മനുഷ്യനെ പേടിപ്പിച്ചറിഞ്ഞല്ലോ. എന്തിനാടി എന്റെ കുഞ്ഞിനെടുത്തത്? നിന്നെ ഇവിടെ കണ്ടുപോരും ഞാൻ പറഞ്ഞതല്ലേ. ആരെ കാണിക്കാനടി നിന്റെ കണ്ണീര്? എന്റെ മനസാക്ഷി തൃപ്തിപ്പെടുത്താൻ മനഃപൂർവ്വം അല്ലെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്തു പോയ തെറ്റിന് ഈ കുരുന്ന് മനസ്സിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും പ്രായശ്ചിത്തം ചെയ്യാൻ ആരെയും വെറുപ്പിക്കാതെ ആർക്കും ഒരു ശല്യമാവാതെ ഇവിടുന്ന് പോണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി നിങ്ങൾ 3 പേരും എന്നോട് ക്ഷമിക്കണം. ക്ഷമയും മാപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാ. നീ വണ്ടി കയറ്. വാ. വേണ്ട, അവൻ ഇവിടെ തന്നെ കിടന്നോട്ടെ. ഐ എം സോറി. കുഞ്ഞിനെ പെട്ടെന്ന് ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. താരാട്ടിന് പകരം പരിഹാസവും കുത്തുവാക്കുകളുമാ ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കേട്ടു വളർന്നത്. ജന്മം തന്നവരോടുള്ള പക തീർക്കാൻ മനസ്സും മനഃപൂർവ്വം കല്ലാക്കിയതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. Forget it. നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. കൊല്ലം 10-12 ആയില്ലേ ഞാൻ നിന്റെ കൂടെ കഴിയണു. നിന്റെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ആ കുട്ടി നല്ലവൾ. അവളുടെ മനസ്സിൽ കള്ളമില്ല, അതെനിക്കുറപ്പുണ്ട്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായത് ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം. അതിനു മുമ്പ് ആരൊക്കെയോ താമസിക്കുന്ന ഒരു ലോഡ്ജ്. ഇതൊക്കെ ഇപ്പൊ പറയാൻ? കുഞ്ഞിനൊരമ്മ, നിനക്കൊരു തുണ, ഈ വീടിനൊരു വീട്ടുകാരി. ഞാൻ ആ കുട്ടിയുടെ കാര്യ പറയണേ. നിനക്കൊരു കുടുംബമായി കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് മോഹമുണ്ട്.
നീ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. മനസ്സ് അസ്വസ്ഥമായാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പൗലോസേട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുവരെ സ്വപ്നത്തിൽ പോലും ഓർക്കാത്തതാണ് ഒരു ഫാമിലി, ലൈഫിനൊരു പാർട്ട്ണർ. ഇതിപ്പോ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ. അതാണ് ലൈഫ്. ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക. ഉദാഹരണത്തിന് ജീവൻ നന്ദിയുണ്ട് ജീവൻ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട്. മനസ്സിലായില്ല. ക്ഷമിക്കണം, ഞാനത് മറന്നു. ഞാൻ ജഗന്നാഥൻ, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഹേമ മരുമകളാ, എന്റെ ഉടപ്പിറന്നോളുടെ മകൾ. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി മനസ്സ് നീറി കഴിയുകയായിരുന്നു ഞാനും അവളുടെ അമ്മയും. ഇത് ഡോക്ടർ ദിനേശ്. കഴിഞ്ഞ 5 വർഷമായി ഹേമ എന്റെ ട്രീറ്റ്മെന്റിലാണ്. 50-50 ചാൻസ് പോലും ഇല്ലാത്ത ഒരു മേജർ ഓപ്പറേഷൻ. അതേ ഇനി ചെയ്യാനുള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, അവസാന രക്ഷാമാർഗം വരെ എന്റെ കുട്ടിക്ക് വേണ്ടി നോക്കി എന്നൊരാശ്വാസത്തിന്. മരണം വിധിക്കപ്പെട്ടവരോട് മറ്റുള്ളവർക്കുള്ള സഹതാപം കാണാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൾ ആരോടും പറയാതെ പോയത്. പോകുന്നതിന് മുമ്പ് അവൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്ന് സ്വയം അറിയാതെ മരിക്കാൻ അവൾക്കിഷ്ടമല്ലെന്ന്. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി നിങ്ങൾ 3 പേര് എന്നോട് ക്ഷമിക്കണം. മരണദിവസം കാത്തു കഴിയുന്ന ഒരു രോഗിയാണ് മകളെന്ന് അറിഞ്ഞത് മുതൽ അവളുടെ അമ്മ, എന്റെ പെങ്ങൾ, കിടപ്പിലായിട്ടാണ്. മോള് പോയ കാര്യം അവളെ അറിയിച്ചിട്ടില്ല. 2 ദുരന്തങ്ങൾ താങ്ങാൻ എനിക്ക് കെൽപ്പില്ല കുട്ടി. സോമരസാലെ, അവൾ ഞങ്ങളുടെ കൂടെ വരില്ല ജീവൻ. ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. അവൾ അറിയാതെ എനിക്ക് അവളെ കൊണ്ടുപോകണം. അതിന് ജീവൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ കുട്ടി വരൂ. സെഡേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല മയക്കത്തില. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അവളുടെ ആയുസ്സിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. വരട്ടെ ജീവൻ.
ശപിക്കപ്പെട്ട ജന്മങ്ങളാ നമ്മളൊക്കെ എന്ന് നീ പറയുമ്പോ ഞാൻ നിന്നെ വഴക്ക് പറയുമായിരുന്നു. ഇപ്പൊ അത് സത്യമാണെന്ന് തോന്നുന്നു. അറിയാതെയാണെങ്കിലും പാവം ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. നമ്മളോട് അടുക്കുന്നവർക്കൊക്കെ ദൈവം കൊടുക്കുന്നത് ദുരന്തങ്ങളാ. ജീവ, ഹേമയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഡയറിയാ. ആരോടൊന്നും പറയാതെ അന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്നിറങ്ങി. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ തേടുന്നവരുടെ തീക്കണ്ണുകൾ എത്താത്തൊരിടത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. എങ്ങോട്ടെന്നറിയാത്ത ആ യാത്രയിൽ ഞാൻ എത്തിച്ചേർന്നത് ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നിയ ഈ സ്വർഗത്തിലാണ്. ജന്മങ്ങളുടെ കണ്ണീരും നെടുവീർപ്പുകളും നിറഞ്ഞ് മംഗലത്ത് പടിപ്പുര എന്ന വലിയ തറവാട്. ജനിക്കുന്ന പെൺകുട്ടികൾ ജീവിതാവസാനം വരെ നിത്യകന്യകളായി മനസ്സിലെ മോഹങ്ങളും ജീവിതത്തിലെ വർണ്ണങ്ങളും പാരമ്പര്യത്തിനു വേണ്ടി ഹോമിച്ച് തറവാട്ടിലെ പരദേവതയുടെ സ്വരൂപമായി ജീവിക്കണം. അങ്ങനെ ഇരിക്കെ ഒരു നാൾ കോളേജ് ലൈഫിന്റെ വർണ്ണലോകത്തിൽ പഠിച്ചും പറന്നും നടന്ന എന്റെ ജീവിതത്തിലേക്ക് മംഗലത്ത് തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം അനിവാര്യമായ ആ വിധി വന്നു വീണു. എന്താ വില്യമംഗലം, ഭയപ്പെടാനെന്തെങ്കിലും? ഉണ്ട്. തറവാട്ടിൽ കുടിയിരിക്കാൻ ദേവിക്ക് തീരെ ഇഷ്ടമില്ലാണ്ടായിരിക്കണം. കാരണം എന്താന്ന് തെളിഞ്ഞോ? വർഷം കുറെ ആയില്ലേ ഇവിടുത്തെ ശ്രീകോല് തുറന്നിട്ടും ഒരു തിരിവെച്ചിട്ടും. മുഖം തിരിക്കാ ദേവി. ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സൽബുദ്ധി തോന്നിച്ചത് പഴയ തലമുറ ചെയ്ത സുഹൃത. പ്രായശ്ചിത്തം എന്തെങ്കിലും? പ്രായശ്ചിത്തം എന്താ? കലശം കഴിച്ച് വീണ്ടും നട ഉറക്കുക, പൂജ മുടക്കാണ്ടിരിക്കുക. വീണ്ടും വെള്ളിടി തന്നെയാണല്ലോ വില്യമംഗലം. ശാന്തിക്ക് കന്യക തന്നെ വേണ്ടേ? വേണം. അതാണല്ലോ മുറ. ദേവി മനസ്സിൽ കണ്ടത് ഞാൻ ആരൂഢത്തിൽ കണ്ടുന്ന് കൂട്ടിക്കോളൂ. കണ്ടില്ലേ, അഷ്ടലക്ഷണങ്ങളും ഒത്തിരിക്കണു. ഹേമക്കുഞ്ഞിന്റെ ജാതകം ഉത്തമമെന്ന് പറഞ്ഞാൽ പോരാ, ഉത്കൃഷ്ടമെന്ന് തന്നെ പറയണം. ഇനി അമ്മയ്ക്ക് പൂജ ചെയ്യേണ്ടത് ഹേമക്കുഞ്ഞിന് തന്നെ. അതാണ് പ്രശ്നഫലം. അമ്മേ ദേവി മഹാമായെ കാത്തുരക്ഷിക്കണേ. അരുത്, എന്റെ മോളെ വാഴിക്കരുത്. അസംബന്ധം പറയരുത്. വർഷങ്ങൾക്ക് മുമ്പ് നിനക്കായിരുന്നു ഈ യോഗം. പക്ഷെ അന്ന് നീ മുറ തെറ്റിച്ചു. അന്ന് പൂട്ടിയതായി ശ്രീകോവിൽ. അതോടെ തറവാടിന്റെ ഐശ്വര്യം നശിച്ചു. പടിപ്പുരയ്ക്ക് പുറത്ത് നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കണു. മംഗലത്ത് പടിപ്പുരയുടെ പ്രതാപം കുറഞ്ഞുവെന്ന്, പ്രവചനങ്ങൾ തെറ്റാൻ തുടങ്ങിയിരിക്കണമെന്ന്. കണ്ണടച്ച് ചാനിക്കുമ്പോ കാണുന്നത് കണ്ണീരൊഴുക്കിയിരിക്കുന്ന ദേവിയുടെ രൂപാണ്. ആ കണ്ണീര് തോരാതെ ഈ തറവാടിന് ശാന്തി ഉണ്ടാവില്ല. മംഗലത്ത് പടിപ്പുരയുടെ ശ്രേയസ്സും പാരമ്പര്യവും ഒരു പെണ്ണിന്റെ കണ്ണീരിൽ ഒഴുക്കിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല ഭാരതി. ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു ദേവിയും പറഞ്ഞിട്ടില്ല. ഇത് ചതിയാണ്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. കുറിക്കരുത്. ഒരു പെൺപട്ടിയും ഈ പടിപ്പുരയ്ക്കകത്ത് കുരച്ചിട്ടില്ല. നരേന്ദ്ര, ഹേമയുടെ പഠിപ്പ് നിർത്തിക്കോ. അവളെ തിരിച്ചു വിളിക്കണം. ഇനി വൈകിച്ചുകൂടാ. അറപ്പുരയിൽ 14 ദിവസത്തെ ദേവി പൂജ. അത് കഴിഞ്ഞ് ഏകാദശി. 3-ാം പക്കം പട്ടും ചിലമ്പും കൊടുത്ത് തിരുമുടിച്ചാർത്ത്. ശേഷം വാഴിക്കൽ. വില്ലുമംഗലത്തെയും കൂട്ടി വേണ്ടത് ചെയ്തോളൂ. ശരി. എന്തെങ്കിലും വിഘ്നങ്ങൾ നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കഴിഞ്ഞതൊന്നും മറക്കാതിരുന്നാൽ നിനക്ക് നല്ലത്. നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല മോളെ. നീ സ്വയം രക്ഷപ്പെടണം. എങ്ങോട്ടെങ്കിലും ഈ അമ്മയെക്കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കരുത്.
ചെറുപ്പം മുഴുവൻ ഓമിച്ച് ഒരു നിത്യകന്യകയായി ജീവിതകാലം മുഴുവൻ എന്റെ കുട്ടി പൂജാരിണിയായി അവിടെ കഴിയുന്നതും കണ്ടുകൊണ്ട് ജീവിക്കുന്നതിലും നല്ലത് നീ എവിടെയെങ്കിലും സുഖമായിരിക്കുന്നു എന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്നതാണ് മോളെ. ഈ അമ്മയ്ക്ക് ആശ്വാസം ഇല്ലമ്മേ. എന്റെ അമ്മയെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം എനിക്ക് വയ്യ. നീ ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അമ്മയ്ക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല മോളെ. വിധിയുണ്ടെങ്കിൽ മോൾക്ക് അമ്മയെ വീണ്ടും കാണാം. എന്റെ മോൾക്ക് അച്ഛന്റെ അനുഗ്രഹം എന്നുണ്ടാവും. ഓടിവിടെ. നീ അവളെ രക്ഷപ്പെടുത്തിയല്ലേ? എവിടെ അവൾ? എവിടെ അവൾ? നിങ്ങൾക്കൊരിക്കലും എന്റെ കുഞ്ഞിനെ കിട്ടില്ല. എന്റെ പെങ്ങളും ഇടുക്കിയ നീ ജയിച്ചു. പക്ഷെ ജഗന്നാഥൻ തോറ്റിട്ടില്ല. നാവ് നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. നരേന്ദ്ര, പിടിച്ചുകൊണ്ടുപോയി അറയിൽ അടയ്ക്കണേ. ചതിച്ചല്ലോ പോലീസേട്ടാ. ഇനി ആലോചിക്കാനൊന്നുമില്ല ജീവ. ആർക്കും അവളെ വിട്ടുകൊടുക്കരുത്. ഒരു നരകക്കുഴിയിലേക്കും അവളെ വലിച്ചെറിയാൻ പാടില്ല. പോടാ പോ. ഞങ്ങളെ പറ്റി സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോടെ അമ്മയും പോളും നരേന്ദ്ര, എന്താ നരേന്ദ്ര ഇത്? പ്രായം ചെറുപ്പം, ചാബല്യം സഹജം, മർദ്ദനം നിഷിദ്ധം. നരേന്ദ്രൻ ചെല്ല്. മോൾ ഉറങ്ങിയതങ്ങ് ഊട്ടിയിൽ രക്ഷകന്റെ കൈകളിൽ, ഉണർന്നതോ ഇങ്ങൊറ്റപ്പാലത്ത് കംസന്റെ കൈകളിൽ. ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്ക് എന്റെ കുട്ടി കണ്ട കിനാവിൽ ഈ അമ്മാവന്റെ മുഖമുണ്ടായിരുന്നോ? നവഗ്രഹങ്ങളെ കൊണ്ട് അമ്മാനമാടുന്നവനാ ഞാൻ. നക്ഷത്രങ്ങളിൽ ചെന്നൊളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എല്ലാം എടുത്തോളൂ. എന്നെ മോളെ വെറുതെ വിട്ടൂടെ? വിടില്ല, ഞാൻ വിടില്ല. നിങ്ങളുടെ നാശം, ഈ തറവാടിന്റെ നാശം ഞാൻ മൂലമായിരിക്കണം. എന്റെ മുന്നിലായിരിക്കണം. അതിനായി വർഷങ്ങളൊക്കെയും ഞാൻ കാത്തിരുന്നത്. അച്ഛന്റെ മരണശേഷം ഏട്ടന്റെ സ്ഥാനവും നൽകി നിങ്ങളെ എവിടെ കയറ്റി താമസിപ്പിച്ചതിന്റെ നന്ദിയാണോ എന്നോട് കാണിച്ചത്? എന്റെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ മംഗലത്ത് പഠിപ്പുര ജഗന്നാഥനായത്. ഇറങ്ങി പോടാ പുറത്ത്. നിന്റെ ഔദാര്യമല്ലടി ജഗന്നാഥന്റെ അവകാശം, അപമാനിക്കപ്പെട്ടവന്റെ ആവശ്യം. മറന്നുപോയെങ്കിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് നെടുമ്പുരയിലെ നെല്ലുകുത്തുകാരി കുഞ്ഞിക്കാവിനും വില്ലുവണ്ടിക്കാരൻ നാരായണനും ഒരു ഉണ്ണി പിറന്നു. ഈ ഞാൻ കുഞ്ഞു പിറന്ന സന്തോഷത്തിന് കുഞ്ഞിക്കാവിനും നാരായണനും ഒരു തുണ്ട് ഭൂമിയും ഒരു പുര കുത്താൻ 4 കെട്ട് ഓലയും വെറ്റില കൊണ്ട് കുഞ്ഞിന്റെ തലയ്ക്കൊഴിഞ്ഞ് ജഗന്നാഥൻ എന്നൊരു പേരുമിട്ടു കൊടുത്തു. മംഗലത്ത് പടിപ്പുരയിലെ സൂര്യദത്തൻ, അതായത് നിന്റെ അച്ഛൻ. എന്റെ അമ്മയുടെ മുറിയിൽ നിന്ന് മുണ്ട് മുറുക്കി കുത്തി ആലസ്യത്തോടെ ഇറങ്ങി വരുന്ന സൂര്യദത്തനെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന അയാളെ ചൂണ്ടിക്കാണിച്ച് ഒരു ദിവസം ചുട്ടുകൊള്ളുന്ന ശബ്ദത്തിൽ നാരായണൻ എന്നോട് പറഞ്ഞു, ആ പോകുന്ന പട്ടിയാണ് നിന്റെ തന്തയെന്ന്. മംഗലത്ത് പടിപ്പുര സൂര്യദത്തനെ കുഞ്ഞിക്കാവിന്റെ മകൻ അച്ഛ എന്ന് വിളിച്ചതിന് തന്ന സമ്മാനം ഇത് കണ്ടോ? 12 വയസ്സുകാരന്റെ കാല് ആനക്കോല് കൊണ്ട് തല്ലിയൊടിച്ചു. പടിജന്മം നൽകിയ തന്ത. ആ സൂര്യദത്തന്റെ ചിത തെക്കേപ്പുറത്ത് ആളിക്കത്തിയ ദിവസം പടക്കം പൊട്ടിച്ചാഘോഷിച്ചവനായി ജഗന്നാഥൻ. ഭാരതപ്പുഴയിൽ ചിതാഭസ്മൊഴുക്കിയിടത്ത് കാർക്കിച്ചു തുപ്പി അച്ഛന്റെ ആത്മാവിന് പുണ്യാഹം തളിച്ചവനാ ഈ ജഗന്നാഥൻ. മംഗലത്ത് പടിപ്പുര നിന്നിൽ അവസാനിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ
നീ എന്നെ തോൽപ്പിച്ചത്. മാധവൻ എന്റെ ആത്മമിത്രം, അവനെ നീ മോഹിച്ചു. നല്ല സ്വരത്തിൽ ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ ആരും കാണാത്ത ഒരിടത്ത് ഞാൻ അവനെ ഒളിപ്പിച്ചു, ഈ തറവാട്ടുകുളത്തിന്റെ അടിത്തട്ടിൽ. അവനോടുകൂടി എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാ നിന്റെ വയറ്റിൽ ഇവൾ വളരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇവളിൽ നിന്നും ഈ തറവാടിനൊരു മുള പൊട്ടരുത്. വില്ലുമംഗലത്തോട് ഇവളുടെ വിവാഹകാര്യം നീ പറഞ്ഞ അന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതാ ഈ പ്രഹസനം. എന്റെ കണക്കുകൂട്ടലുകളാ വില്ലുമംഗലം കവിടി നിരത്തി ഗണിച്ചു പറഞ്ഞത്. പുറത്ത് വിളിച്ചു വരുത്തിയവരെല്ലാം വിളിച്ചു പറയും ഞാൻ. പഴയ നെല്ലുകുത്തുകാരിയുടെ മകനായിട്ട് നിന്നെ പറഞ്ഞു വിടാൻ ഇപ്പോഴും എനിക്ക് കഴിയും. പുറത്തൊരുത്തനും നീ പറയണത് വിശ്വസിക്കില്ല. അവരുടെ മുന്നിൽ മംഗലത്ത് പഠിപ്പുരയുടെ കാവൽ മാലാഖയാണ് ഈ ജഗന്നാഥൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ഒരുത്തനും വരില്ല. ഈ നാട് മുഴുവനുണ്ട് ഈ പഠിപ്പുരയ്ക്കകത്ത്. എനിക്ക് കൂട്ടായി കാണ് കൺകുളിർ. ഇതാണ് മതി നിന്റെ പ്രകടനം. മിടുക്കൻ, മിടുമിടുക്കൻ. ഇത്ര വേഗം നീ ഇങ്ങെത്തുമെന്ന് ഞാൻ കരുതിയില്ല. മംഗലത്ത് പടിപ്പരയിലെ വലിയ തമ്പുരാൻ അഭിനയിച്ച് ബലിപ്പിച്ച കഥ കേട്ട് ഞാനൊരു വിഡ്ഢിത്തം കാണിച്ചു. അതെനിക്ക് തിരുത്തണം. ഏമെ ഇറക്കി വിട്. മംഗലത്ത് പഠിപ്പുര ജഗന്നാഥന്റെ ശക്തി നിനക്കറിയില്ല. അറിയാം. പടിപ്പുരയ്ക്ക് പുറത്തു നിന്ന് കേട്ടു, അകത്ത് വന്ന് കണ്ടു തമ്പുരാന്റെ ശക്തിയും സൂത്രവും. അതറിഞ്ഞിട്ടും ഒറ്റയ്ക്കിങ്ങോട്ട് കടന്നു വന്ന നിന്റെ ആത്മവിശ്വാസം അപാരം തന്നെ. അടിച്ച് തകർക്കണവനെ. എന്റെ ദേഹത്തൊരു കൈ തൊട്ടാലുണ്ടല്ലോ. നോക്കിയത് അടിച്ചു കൊല്ലണ ഈ നായെ. തൊട്ടുപോയാ കൊന്നുകളഞ്ഞ്. നിർത്താൻ. തൊട്ടുപോകരുത് എന്റെ അമ്മാവനെ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഏമേ, നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ആരാ? എന്റെ ഗാർഡിയനോ? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. പൊയ്ക്കോ ഇവിടുന്ന്. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ പുറത്ത്. വിളിച്ച് പുറത്താക്കണവനെ. ഏമേ, ഏമേ.
ഇപ്പൊ തൃപ്തിയായില്ലേ? വിടാ എന്റെ അമ്മയെ, വിടാൻ. എന്റെ അമ്മയെ ഒന്നും ചെയ്യരുത്. ഇനിയും പറഞ്ഞവിടെ അനുസരിച്ചില്ലെങ്കിൽ അരിഞ്ഞ് വീട്ടുകളെയും ഞാൻ രണ്ടിനെ. അയ്യോ എന്താ മോളെ, നിനക്കെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നില്ലേ? കഴിയില്ലമ്മേ, ഇനി അനുസരിക്കാൻ നിവർത്തിയുള്ളൂ. അച്ഛനെ കൊന്നു കുളത്തിൽ താഴ്ത്തിയ പോലെ. വേണ്ടമ്മേ, നമുക്ക് വേണ്ടി ആ പാവ മനുഷ്യനെ എന്തിനാ ബലിയാടാക്കുന്നത്? എല്ലാം വിധിയാണമ്മേ. മേളം തുടങ്ങട്ടെ. ഇതങ്ങട് വാങ്ങ വാങ്ങ വാങ്ങി. കുളിച്ച് പട്ടുടുത്ത് ഈ ഒരു രാത്രിയിൽ പള്ളിയറയിലിരുന്ന് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് 1001 മന്ത്രം ഉരുക്കഴിക്ക. സൂര്യോദയം കാണുമ്പോ ദേവീ പൂജ. ചെന്നോളൂ. അയ്യോ വേണ്ട. എന്റെ മോളെ. വിളിക്കുക. വാതിൽ തുറക്ക. തുറക്കാൻ മുഹൂർത്തമായൂട്ടി. വാതിൽ തുറക്ക. പറഞ്ഞത് കേട്ടില്ലേ? വാതിൽ തുറക്കാൻ. പട്ടും ചിലമ്പും വാളും കുത്തുവിളക്കും കുങ്കുമവുമായി കന്യകയെ വരവേറ്റ് ദേവി കടിയറ വെക്കാനല്ലേ പുറപ്പാട്. എന്നാൽ എന്റെ പൊന്നുതമ്പുരാൻ ഒന്നുകൂടി കേട്ടോളൂ. ഇവളിപ്പോ കന്യകയല്ല. ഇവിടെ ഈശ്വരന്മാരെ സാക്ഷി നിർത്തി ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി. നരേന്ദ്ര, നോക്കി നിൽക്കാതെ തല്ലി കൊലവായി നായേ. അതുപോലെ തന്നെ അരിഞ്ഞു വീഴ്ത്തഞ്ഞ എല്ലാത്തിനും. തുടരുത്. നിങ്ങളുടെയോ നിങ്ങളുടെ ദേവിയുടെയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അവകാശപ്പെട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇവളെ ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയെ. ഈ തറവാടിന്റെ പാരമ്പര്യമാ നീ ഒറ്റ രാത്രി കൊണ്ട് തകർത്തത്. ഈ കൂടി നിൽക്കുന്ന ജനങ്ങളെയാ നീ വിഡ്ഢികളാക്കിയത്. പരദേവതയുടെ മുതലാ
നീ നശിപ്പിച്ച് കൈക്കലാക്കിയത്. അതിനുള്ള ശിക്ഷ ഇവർ തന്നെ നിനക്ക് തരും. ശിക്ഷിക്കാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തമ്പുരാൻ. ഇവരോടും ഈ തറവാടിനോടും തെറ്റ് ചെയ്തത് നിങ്ങളാ. കൊച്ചു കുട്ടികളെ കെട്ടുകഥ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ ഇത്രയും കാലം ഇയാൾ നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്ന ഇയാൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്, ഒരു ക്രിമിനലിന്റെ. യെസ്, ഈസ് എ ബോൺ ക്രിമിനൽ. ഒടുങ്ങാത്ത പകയുടെ മനസ്സുമായി തറവാടും ബാക്കിയിരിക്കുന്ന ഈ 2 ജന്മങ്ങളെയും നശിപ്പിക്കാമെന്ന് കയറിയവനാണ് ഇയാൾ. നീചമായ ഒരു ആചാരത്തെ കൂട്ടുപിടിച്ച് ഈ പെൺകുട്ടിയുടെ ജീവിതം ഈ 4 കെട്ടിനകത്ത് കുഴിച്ചു മൂടുക, അതാണ് ഇയാളുടെ ഉദ്ദേശം. ഈ പറഞ്ഞ കഥകൾ സത്യമെന്ന് തെളിയിക്കാൻ തെളിവുകളും സാക്ഷികളും ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ട് തമ്പുരാൻ, സാക്ഷികളുണ്ട്. ഏത് സന്ദർഭത്തിലും ആരൂഢത്തിൽ കാണുന്നത് മറച്ചുവെക്കില്ലെന്നും അസത്യം പറയില്ലെന്നും കവടി തൊട്ട് സത്യം ചെയ്ത് വിദ്യ പഠിച്ച വില്ലുമംഗലം, സാത്വികനെന്ന് പുകഴ്പെറ്റ വില്ലുമംഗലം, നിങ്ങളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യാമോ ഞാൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന്? വയ്യ, എനിക്ക് വയ്യ. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു. മാപ്പ്. ഇനി നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത് ഈ ജനങ്ങളാണ്. ആ ശുദ്ധികലസത്തിന് ശേഷം മംഗലത്ത് പടിപ്പുരയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരും. അമ്മേ, വരൂ. പൗലോസേട്ടാ ഉറങ്ങി. ശത്രു ഇറങ്ങി.